ആ ഞാൻ ഇവിടെ ഉണ്ടാവും ഇവിടെ. ഞാൻ എത്തിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഇനി ഇവിടെ ഉണ്ടാവേ കേട്ടോ, നമുക്ക് കാണാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഒരു സർപ്രൈസ് ഉണ്ട്. എനിക്കറിയാം, മാല കൊണ്ടുവന്നിട്ടുണ്ട് അതല്ലേ. മാല കൊണ്ടുവന്നിട്ടുണ്ട്. വേറൊരു കാര്യം. പിന്നെന്താ? ഇനി ഞാൻ പോണില്ല. അതെന്താ ഇനി പോണില്ല? അല്ല, 10-20 വർഷമായില്ലേ, അതുകൊണ്ട് ഇനി ഇവിടെ വല്ല ഓട്ടോറിക്ഷ എടുത്തൊക്കെ ജീവിക്കാനാണ്. നിങ്ങൾ ഈ തീരുമാനം എടുത്തപ്പോ എന്നോടൊന്ന് ചോദിച്ചോ? ഒരു മാസം ഇവിടെ എന്തൊക്കെ ചെലവ് നടക്കണം? വീടിന്റെ ലോണുണ്ട്, മക്കളെ പഠിത്തം, പിന്നെ അല്ലാതെയുള്ള ചെലവുകള്, ഇതൊക്കെ എങ്ങനെ ചെയ്യുന്ന? എനിക്കും നിങ്ങളൊപ്പം കൂടിയ സന്തോഷമായിട്ട് കഴിയണമെന്ന് എനിക്കില്ല ആഗ്രഹം. അതിനൊക്കെ ഇനിയും സമയല്ലേ? ഇതിപ്പോ ചെറിയ പ്രായല്ലേ നിങ്ങൾക്ക് തന്നെ. ഇനി എത്ര കാലം കിടക്കുന്നുണ്ട്? എല്ലാം ഒന്നും ശരിയായിട്ട് പോരെ. ജീവിക്കണമെങ്കിൽ പൈസ വേണം. ഈ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഈ ചെലവുകളൊന്നും കഴിയുമെന്ന് വിചാരിക്കണ്ട. എല്ലാരും ഗൾഫിൽ പോയിട്ടാണോ ജീവിക്കുന്നത്? ഇവിടെ ഉള്ളവരും ജീവിക്കുന്നില്ലേ? നിങ്ങൾ ഗൾഫുകാരനായതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തന്നത്. നല്ല സൗകര്യങ്ങളും പൈസയൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഇപ്പൊ നാട്ടിൽ തന്നെ ഒരു വിലയുള്ളത് നിങ്ങൾ ഗൾഫുകാരനായതുകൊണ്ടാണ്. ഇനിയിപ്പോ നിങ്ങൾ പോണില്ല എന്നുണ്ടെങ്കിൽ എന്ത് വിലയായി നാട്ടിലുള്ളത്? നിങ്ങൾ എന്താ വെച്ചാ ചെയ്യും? എനിക്കൊന്നും അറിയില്ല. ഏട്ടൻ പോണോ ഏട്ടാ? നാളെ പോവാതിരിക്കാൻ പറ്റൂലല്ലോ. ഞാനും മക്കളും ഒറ്റയ്ക്കല്ലേ ഏട്ടാ. ഏട്ടൻ പോയാല് ഞങ്ങൾക്ക് പിന്നെ ആരാളുള്ളത്? വീടിന്റെ ലോണും കുട്ടികളെ പഠിപ്പിച്ചതിന് എന്നാലും നല്ല ഓട്ടോറിക്ഷ എടുത്ത ഏട്ടൻ ഇവിടെ കൂടിയാ പോരെ. നമുക്ക് ഉള്ളത് മതിയെന്നേ. കുറച്ചായാലും അതുകൊണ്ട് കഴിഞ്ഞാൽ മതി. നമുക്ക് അതൊക്കെ കുറച്ച് പൈസ